ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ മോൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യണ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പീസ് ഏതാണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ കട്ട് പീസാട്ടോ. ഞാൻ മോൾക്ക് അധികം സ്റ്റിച്ച് ചെയ്യണതും ഈ കട്ട് പീസുകളോണ്ട് തന്നെയാണ്, അല്ലാതെ ഞാൻ ക്ലോത്ത് എടുത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യലില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ആകെ ഇതിന് ബോഡി പാർട്ടിക്ക് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 9.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 9.5 ഇഞ്ചിൻ്റെ രണ്ട് മടക്കാക്കിയിട്ടുള്ള 4 പീസാണ് വരുന്നത്. 2 മടക്കാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 9.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡർ എടുക്കുന്നത് 4.5 ഇഞ്ച്, അതേപോലെ തന്നെ ആം ഹോൾ എടുക്കുന്നതും 4.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അത് നമ്മൾ താഴെയും ഇങ്ങനെ വെടുത്തും 4.5 തന്നെ വരുന്നില്ലേ എന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ അളവ് നമ്മളെ തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ 4.5 ഇഞ്ച് എടുക്കുക. അതിനുശേഷം ചെസ്റ്റ് അളവ് ഞാൻ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കം 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. താഴെ പിന്നെ വേസ്റ്റ് അളവ് ഞാൻ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പും കൂടി ഇതിൽ പെടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ വരഞ്ഞു കൊടുക്കുക. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ക്രോസ് ആയിട്ടും വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നെക്ക് വെടുത്ത് എടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ്. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 2 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വരഞ്ഞിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ നമുക്കൊരു ഷേപ്പിൽ ഫ്രോക്ക് നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കയറ്റി വരഞ്ഞിട്ട് അങ്ങോട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ഷോൾഡറിൻ്റെ അവിടെയും അങ്ങനെ 1/2 ഇഞ്ച് ചെരിഞ്ഞ് വരഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മൾ വരഞ്ഞ ഭാഗങ്ങളിലൂടെയൊക്കെ കട്ട് ചെയ്യുക. അതിനുശേഷം നെക്കും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ബാക്ക് പാർട്ടത്തെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം 2 പീസും വേറെ വേറെ ആക്കിയതിന് ശേഷം മാത്രമേ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത് പണിയെടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ കട്ട് ചെയ്തത് എന്താണെന്ന് വിചാരിക്കണ്ട. അത് തുണി ഞാൻ ഒരൊറ്റ തുണി 4 മടക്കിയിട്ടുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വന്നത്. 2 തുണി 2 മടക്കാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവിടെ ഒരു ഏപ്പ് വരില്ല. ഇത് ഒറ്റ തുണിയെ 4 മടക്കിയിട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. അത് പ്രശ്നമില്ല. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും ഞാൻ കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്കേർട്ട് പാർട്ടിലേക്ക് എങ്ങനെയാണ് നമുക്ക് അളവും കാര്യങ്ങളും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ് കേട്ടോ. സ്കേർട്ട് പാർട്ടിക്ക് 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചും വെടുത്ത് എടുത്തിട്ടുള്ളത് 30 ഇഞ്ചുമാണ് കേട്ടോ. നമുക്ക് പ്ലേറ്റ് കുറവ് മതിച്ചെങ്കിൽ അതിനനുസരിച്ച് കുറവ് എടുത്താൽ മതി. പ്ലേറ്റ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൂടുതൽ എടുക്കാം. പിന്നെ അതിൻ്റെ താഴെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. ഞാനൊരു ബോർഡിൻ്റെ പോലെ ഒരു ബോർഡാക്കിയിട്ട് ഒരു പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കേർട്ട് പാർട്ടിന് അത്രയും പ്ലേറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആകെ 30 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 പീസും അതുപോലെ തന്നെയാണ് 30 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചും. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് എല്ലാ ക്ലോത്തിലും താഴെ നമുക്കൊരു ബോർഡ് വരുമല്ലോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഷേപ്പിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ലേ ബോർഡ് കൊടുക്കണം പ്ലേറ്റ് ആയിട്ട് എന്നുള്ളത്, അതിനുള്ളത് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കട്ട് പീസ് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. അതിൽ നിന്നാണ് അളന്നെടുക്കുന്നത്. 2 ഇഞ്ച് എടുത്താണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പ്ലേറ്റിന് നമുക്ക് ഇത്തിരി അത്യാവശ്യം ക്ലോത്ത് തന്നെ വേണം. ഫ്രോക്കിൻ്റെ ഫുള്ള് നമുക്ക് പ്ലേറ്റിൽ ബോർഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്ലോത്ത് വേണം. അപ്പോൾ 2 ഇഞ്ച് ഞാൻ അതിന് വെടുത്തെടുക്കണുള്ളൂ. പിന്നെ അതിൻ്റെ താഴെയും മേലെയും നമുക്ക് മടക്കി അടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റ് ഇടുക. അപ്പോൾ 2 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ. ഞാൻ ഏതൊരു ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് വേറെ എന്ത് ചെയ്യാം, എങ്ങനെയെങ്കിലും അത് ഉപകാരപ്രദമാക്കാം എന്നുള്ളതിൽ ക്രാഫ്റ്റ് വർക്കാണെങ്കിലും തന്നെ ജ്വല്ലറി മേക്കിങ് അങ്ങനെ എന്തൊരു സാധനം എൻ്റെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അതുകൊണ്ട് ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനൊന്ന് നോക്കും. എന്നിട്ട് പിന്നെ ഞാൻ ആ സാധനം ഒഴിവാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതൊരു കട്ട് പീസ് കിട്ടുകയാണെങ്കിലും ഞാൻ അതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് വിചാരിക്കും. അതല്ലെങ്കിൽ ഞാൻ ഡോർമേറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം പ്ലേറ്റ് ഇടാനുള്ള ക്ലോത്ത് എടുക്കട്ടെ. ഇനി ഇതിന് ലൈനിങ് വേണം കേട്ടോ. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസ് തന്നെ കേട്ടോ.
പാൻറ്റിന് വേണ്ടി എടുത്തതിൻ്റെയും പിന്നെ ടോപ്പിന് വേണ്ടി എടുത്തതിൻ്റെത് ടോപ്പിന് വേണ്ടി എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ്. അതിന് നമുക്ക് ബോഡി പാർട്ടിക്ക് ലൈനിങ് എടുക്കാം. അപ്പോൾ അത് ഒപ്പം വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വരുന്നത് അത് നോക്കിയിട്ട് ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വരഞ്ഞെടുത്തിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ബോൾ പിന്ന് കൊടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ. തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ക്രേപ്പ് ക്ലോത്തിനും എൻ്റെ കത്രികക്കും കൂടി എന്തോ ഒരു മുൻജന്മ വൈരാഗ്യം ഉണ്ട് തോന്നുന്നു. ക്രേപ്പ് ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ഈ കത്രികക്ക് ഒരു മൂർച്ചയില്ലാത്ത പോലെ കേട്ടോ. അതെന്താണ് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വേറെ ക്ലോത്തിലൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. ക്രേപ്പ് ക്ലോത്ത് ഇത് ക്രേപ്പാണ് ലൈനിങ്. അത് കട്ട് ചെയ്യുമ്പോൾ നേരം പോലെ എനിക്കത് കിട്ടൂല. എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്തത് ഇത് ബാക്ക് പാർട്ടിൽ ഒരു ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ നെക്കിനേക്കാളും 3 ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മളെ ബോഡി പാർട്ടിൻ്റെ നല്ല പീസൊക്കെ അതിൻ്റെ മേലെ വെച്ചിട്ട് പിന്ന് കൊടുത്തിട്ട് നമുക്ക് നെക്കും ആം ഹോളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പിന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ സ്റ്റിച്ച് ചെയ്യൽ കഴിയും. ബോൾ പിന്ന് കുത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പ്രസ്സിങ് കൊടുക്കാം കേട്ടോ. ആം ഹോളിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ചെറിയ കട്ടിങ് ഇങ്ങനെ കൊടുക്കുക. എന്നാലേ നമുക്കതിൻ്റെ പെർഫെക്റ്റ് കിട്ടുള്ളൂ. മറിച്ചിട്ട് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കട്ടിങ് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഞാനിത് സ്പീഡിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെ മക്കൾക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡിൽ വീഡിയോ ആക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാൽ തന്നെ അത്യാവശ്യം സ്പീഡ് ഞാൻ ആക്കിയിട്ടുണ്ട്. നോർമലല്ല ഇത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മളുടെ മക്കൾക്ക് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. കടയിൽ നിന്ന് എടുക്കണേക്കാട്ടിലും എനിക്കിഷ്ടം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് മോൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ബാക്ക് പാർട്ടിൽ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യൂല. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും ആം ഹോളും പ്രസ്സിങ് കൊടുത്തെടുത്തിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പാർട്ട് ഇത് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ ബാക്ക് പാർട്ടിൻ്റെ ചീത്ത വശത്തിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കും. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. അങ്ങനെ കയറ്റി കൊടുത്തിട്ടാണ് ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കാണൂല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം വന്ന തുമ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. മക്കൾക്ക് എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡറും നെക്കും പെർഫെക്റ്റ് ആക്കിയിട്ട് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടിലെ ആം ഹോളും നമ്മളെ നെക്കും ഒക്കെ നമുക്ക് പ്രസ്സിങ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നമ്മളെ ലൈനിങ്ങും ഇതും പാടെ നമുക്ക് സ്കേർട്ട് പാർട്ടിൽ യോജിപ്പിക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ രണ്ടും കൂടി കൂട്ടിയിട്ടൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ. ഞാനത് ചെയ്തിട്ടൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. രണ്ടും പാടെ ഒന്നും യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കേർട്ട് പാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ സ്കേർട്ട് പാർട്ട് എങ്ങനെ യോജിപ്പിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനിങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിക്കുകയാണ് ഇപ്പോൾ ഇതിന് ചെയ്യണത്. എനിക്ക് പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണേക്കാട്ടിലും ഇഷ്ടം ഈ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ബോഡി പാർട്ടിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴാട്ടോ ഓർമ്മ സ്കേർട്ട് പാർട്ടിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ലൈനിങ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്കേർട്ട് പാർട്ട് 15 ഇഞ്ചാണല്ലോ ഞാൻ എടുത്തത്. അപ്പം മേലെ 1/2 ഇഞ്ച് പോയപ്പോൾ 14 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് ഇനി ലൈനിങ് ഞാൻ നോക്കുമ്പോൾ അതിന് കിട്ടിയിട്ടുള്ളത് എനിക്ക് പാൻറ്റിന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസാണ് കേട്ടോ. എൻ്റെ പാൻറ്റിന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും ലെങ്ത്ത് നേരം പോലെ കിട്ടില്ല. അപ്പം ഞാൻ പകുതിയും എടുത്തിട്ട് ഏച്ച് കൊടുക്കാണ്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെ ലൈനിങ് നടുവിലൊരു സ്റ്റിച്ച് വരും. നടുവിലൊരു സ്റ്റിച്ച് വന്നിട്ടാണ് ലൈനിങ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിങ്ങനെ എടുക്കുമ്പോൾ 4 പീസ്. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്കും തീരെ വീതി കിട്ടണില്ല കേട്ടോ. അപ്പോൾ ലൈനിങ് ഉദ്ദേശിച്ച അത്ര വെടുത്തില്ല, എന്നാലും ലൈനിങ് എന്ന് പറയാനുണ്ട്.
അത്ര ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ 4 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മേലെ ഒന്നും താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പീസിൻ്റെ നടുവ് കൂടെ ഒരു സ്റ്റിച്ച് വരും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്തപ്പോൾ നടുവിലൊരു ഏപ്പ് വന്നിക്കണത്. അപ്പോൾ ഇനി അത് ആ ഏപ്പ് വന്നിട്ടുണ്ട്, അത് ഉള്ളിലേക്കാക്കിയിട്ട് നമുക്കിതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1-2 പ്ലേറ്റ് ഇടാണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും വീതി കുറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലേറ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഓരോ പീസും ഓരോന്നാക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം താഴെയും മേലെയും മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതിൻ്റെ നടുവ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പ്ലേറ്റ് ഇടും ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പ്ലേറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഞാൻ ഫ്രോക്കിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെയാണ് ഞാനിത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഇതേപോലെ തന്നെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്താണ് നമ്മൾക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫ്രോക്കിൻ്റെ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമായിട്ട് ഞാൻ അതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് മക്കളുടെ സൗണ്ടൊക്കെ ഇടയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഭാഗത്തു കൂടെ നമ്മൾ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു പ്ലേറ്റും ഇങ്ങനെ വെച്ചതും കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്യാം, പിന്നെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമുക്ക് ബട്ടനോ ഈ കുളത്തോ എന്തെങ്കിലുമൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം.